നമസ്കാരം. പൊതുവെ ഒരു സംസാരമുണ്ട്, യു ഡി എഫിന്റെ ഏറ്റവും വലിയ ശത്രു അത് CPM ആണെന്ന്. പക്ഷേ ഒരിക്കലും CPM ഈ പറയുന്ന യു ഡി എഫിന്റെ ശത്രുവല്ല, മികച്ച ഒരു എതിരാളിയാണ്, അല്ലെങ്കിൽ യു ഡി എഫിനേക്കാൾ ഒരുപടി മുൻപിൽ നിൽക്കുന്ന എതിരാളി. അപ്പോ ആരാണ് യു ഡി എഫിന്റെ ഏറ്റവും വലിയ ശത്രു എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. അതിന്റെ ഉത്തരം ഒരു കോൺഗ്രസ്കാരൻ തന്നെ നിങ്ങളോട് പറഞ്ഞു തരും. അതായത് യു ഡി എഫിന്റെ ഏറ്റവും വലിയ ശത്രു അത് CPM അല്ല, അത് തികച്ചും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ പ്രസ്ഥാനമാണെന്ന് ഒരു കോൺഗ്രസ്സുകാരൻ, അതും കോൺഗ്രസിന്റെ ചെങ്കള മണ്ഡലം പ്രസിഡന്റായ നേതാവായ നേതൃത്വമായ ഒരു വ്യക്തി തന്നെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. യു ഡി എഫിന്റെ ഏറ്റവും വലിയ ശത്രു അത് CPM അല്ല, മറിച്ച് മുസ്ലിം ലീഗാണെന്ന്. ആ വാക്കുകളിലേക്ക് പക്ഷെ ഞാൻ എന്റേതായ രൂപത്തിൽ ചില ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ യു ഡി എഫിന്റെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു ശത്രു എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ CPM അല്ല. CPM-നേക്കാൾ ഏറെ ശത്രു നമുക്ക് ലീഗാണ്. നമ്മുടെ ഒരു ശത്രു എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ CPM അല്ല. CPM-നേക്കാൾ ഏറെ ശത്രു നമുക്ക് ലീഗാണ്. ഞാൻ പറ്റിക്ക് തുറന്നു പറഞ്ഞു. കേട്ടില്ലേ? കോൺഗ്രസിന്റെ ചെങ്കള മണ്ഡലം പ്രസിഡന്റാണ് അബ്ദുൾ റസാഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് പറയുന്നത് ആരോടാണ്? യു ഡി എഫ് സ്ഥാനാർത്ഥികളോടും യു ഡി എഫിന്റെ പ്രവർത്തകരോടുമായിട്ട് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മുഖ്യമായ ശത്രു അത് മുസ്ലിം ലീഗാണ്. ഒരിക്കലും CPM നമ്മുടെ ശത്രുവല്ല, CPM നമ്മുടെ എതിരാളിയാണ്. നമുക്കെതിരെ നിൽക്കുന്ന, നമ്മുടെ നിലപാടുകളിൽ യോജിച്ചു പോകാത്ത എതിരാളി മാത്രമാണ് CPM. പക്ഷേ നമുക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ നശിപ്പിക്കുന്ന, നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനം അത് മുസ്ലിം ലീഗാണ്. കൃത്യമായി ഒരു കോൺഗ്രസ് നേതാവിന്റെ, ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ വായിൽ നിന്ന് തന്നെ ഈ സത്യം പുറത്തു വരുമ്പോൾ വർഗീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗ് എത്രത്തോളം മോശമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടേണ്ട സാഹചര്യം തന്നെയാണിത്. പൊതുവെ മാധ്യമങ്ങളും, പ്രത്യേകിച്ച് കോൺഗ്രസിന് വേണ്ടി PR പണിയെടുക്കുന്ന മാധ്യമങ്ങളൊക്കെ പറഞ്ഞു പരത്തുന്ന ഒരു കിംവദന്തിയുണ്ട്. അതായത് കോൺഗ്രസിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് CPM ഈ സമൂഹത്തിൽ നിലകൊള്ളുന്നത്, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത പ്രസ്ഥാനമാണ് CPM എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഈ കോൺഗ്രസ് നേതാവ് തന്നെ പറയാതെ പറയുന്നത് യു ഡി എഫിനകത്തുള്ള പ്രസ്ഥാനങ്ങൾ തന്നെയാണ് സത്യത്തിൽ ഏറ്റവും വലിയ വൈറസുകൾ, വിഷവിത്തുകളെന്ന്. CPM-നെ വിശ്വസിക്കാം, മുഖത്തോട് മുഖം നോക്കി അവർ സംസാരിക്കും, അവരുടെ നിലപാടുകളിൽ യോജിപ്പില്ലാത്തവരെ അവർ എതിർക്കും, അവർക്കെതിരെ സംസാരിക്കും, അവരുടെ നിലപാടുകൾക്കെതിരെ, അതായത് ഇടതുപക്ഷത്തിന് എതിരെ നിൽക്കുന്നവരുടെ നിലപാടുകൾ ശരിയല്ല എങ്കിൽ അതിന് ശരിയല്ല എന്നും, അവരുടെ നിലപാടുകൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് നല്ല കാര്യമാണെന്നും കൃത്യമായി CPM-ഉം ഇടതുപക്ഷവും ചൂണ്ടിക്കാട്ടും. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കോൺഗ്രസിനകത്തു നിന്നുണ്ട്. കോൺഗ്രസുകാർ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്താൽ, UDF പ്രവർത്തകർ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്താൽ അവരെ കാലുവാരി തോൽപ്പിച്ച് അവരുടെ മത്സരിക്കണം എന്നൊരു താല്പര്യത്തെ പോലും കത്തിച്ചു കളയുന്ന തരത്തിലുള്ള ഏറ്റവും മോശമായ ഒരു പ്രസ്ഥാനമാണെന്ന് കൃത്യമായി ഒരു കോൺഗ്രസ് നേതാവ് തന്നെ, അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന ചെങ്കളയിലെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തന്നെ ഇത്ര കൃത്യമായി അവിടുത്തെ നേതാക്കളോടും പ്രവർത്തകരോടും തുറന്നു പറയുമ്പോൾ ചിന്തിക്കുക, ഏറ്റവും വലിയ വൈറസ്, UDF എന്ന് പറയുന്ന സഖ്യത്തിലെ ഏറ്റവും വലിയ വൈറസ് അത് മുസ്ലിം ലീഗ് തന്നെയാണ്. അവർ വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ കാലുമാറാൻ കൃത്യമായിട്ട് അറിയാവുന്ന പ്രസ്ഥാനമാണത്. അതായത് SDPIക്ക് വേണ്ടി ജയ് വിളിക്കേണ്ടി വന്നാൽ ജയ് വിളിക്കും, ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി ജയ് വിളിക്കേണ്ടി വന്നാൽ ജയ് വിളിക്കും. അവർക്ക് വേണ്ടത് അവരുടേതായിട്ടുള്ള ചില സ്ഥാനമാനങ്ങളാണ്. അതിനുവേണ്ടി എന്ത് നിറകേടും കാട്ടാൻ താല്പര്യപ്പെടുന്ന നേതാക്കന്മാരുടെ, ഒരു കൂട്ടം നേതാക്കന്മാരുടെ ഒരു സഖ്യമായി ഇത്തരത്തിൽ മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു എന്ന് കോൺഗ്രസ്സുകാർ തന്നെ തുറന്നു പറയുന്ന സാഹചര്യമാണ്.